نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون يا أيها الناس أوصيكم وإياي أولا بتقوى الله സ്നേഹാധീനരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അറബ് മാസത്തിൽ റബീഉൽ അവ്വൽ മാസത്തിലാണ് ഇപ്പോ നമ്മളുള്ളത്. മുഹറവും സഫറും കഴിഞ്ഞ് മൂന്നാമത്തെ മാസമാണ് റബീഉൽ അവ്വൽ. ഇസ്ലാമിക ചരിത്രത്തിൽ പല സുപ്രധാനമായ കാര്യങ്ങളും ഈ ഒരു മാസത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ ആരംഭവും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ പല സുപ്രധാന സംഭവങ്ങളും റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെയാണ് സംഭവിച്ചത്. എന്നാൽ ഇന്ന് റബീഉൽ അവ്വൽ വരിക എന്നുള്ളത് വേറെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പല ആളുകളും ഉപയോഗപ്പെടുത്താറുള്ളത്. റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ പരാമർശിക്കാത്ത, അല്ലാഹുവോ അവന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ പഠിപ്പിക്കാത്ത പ്രത്യേകതകൾ ഈ മാസത്തിന് നൽകുകയും ഈ മാസത്തിൽ പ്രത്യേകമായ ആരാധനാകർമ്മങ്ങളുമായി, ഇബാദത്തുകളുമായി, ആഘോഷങ്ങളുമായി ഒരു വിഭാഗം മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ വേറെ ചില ആളുകളാവട്ടെ, റബീഉൽ അവ്വൽ ആവട്ടെ, റബീഉൽ ആഖിർ ആവട്ടെ, റമദാൻ ആവട്ടെ, ഏതു മാസം കടന്നു വന്നാലും അവരുടെ ജീവിതത്തിൽ പ്രത്യേകമായ ദീനീ ബോധങ്ങളോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതകളെ കുറിച്ചോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ചോ ഒന്നും അറിയാതെ കേവലം മുസ്ലിമായി ജീവിക്കുന്ന ആളുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് വിഭാഗത്തിന്റെയും മധ്യത്തിലാകണം. ഖുർആനിലും ഹദീസിലും പരാമർശിക്കാത്ത ഇബാദത്തുകളിലേക്കും പോകണ്ട, ഖുർആനും ഹദീസും പരാമർശിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അറിയാതെ തോന്നിവാസിയായി ജീവിക്കാനും പാടില്ല. ഇവിടെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാൻ ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായി നമ്മൾ സമയം മാറ്റിവെക്കേണ്ടതുണ്ട്. അതൊരിക്കലും റബീഉൽ അവ്വലിന്റെ പ്രത്യേകത ഉദ്ദേശിച്ചുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ നാട്ടിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇല്ലാത്ത പോരിശകൾ പറഞ്ഞുകൊണ്ട് ആളുകൾ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉള്ള സംഭവങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ട കടമകൾ എന്തൊക്കെയാണ്, ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പ്രവാചകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെല്ലാം കടപ്പാടുകളുണ്ട്, ആ ഒരു കാര്യത്തെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 10 കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഇന്നത്തെ ഖുതുബയിൽ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഒന്നാമത്തെ കടമയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായി വിശ്വസിക്കുക എന്ന്. ആ വാചകം ബോധപൂർവമാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നവരാണ് എല്ലാ മുസ്ലിമീങ്ങളും. മുസ്ലിം എന്ന് പറയണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നയാൾ അംഗീകരിക്കണം. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിക്കുന്നവർ തന്നെ ചില കാര്യങ്ങളൊന്നും എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, ചില കാര്യങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, അങ്ങനെയൊക്കെ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ? അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. എന്നാൽ വിശ്വാസി അങ്ങനെയല്ല. പൂർണ്ണമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അംഗീകരിക്കുന്നവരാണെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അംഗീകരിക്കുന്നവനാണെങ്കിൽ പൂർണ്ണമായി വിശ്വസിക്കണം. അതിൽ ഒരിക്കലും കുറവ് വരാൻ പാടില്ല. എത്ര എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒന്നാമത് വിശ്വസിച്ച പുരുഷനായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുക. എന്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത? അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് സിദ്ദീഖ് എന്ന പേര് കിട്ടിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞപ്പോഴും അതിനെ പൂർണ്ണമായി സ്വീകരിച്ചു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ ഇസ്ലാമിനെ മുന്നിൽ വെച്ചപ്പോ, ഇസ്ലാമിന്റെ ആശയങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ 2 മനസ്സോടെയാണ് പലരും കേട്ടത്. അത് സ്വീകരിക്കണോ വേണ്ടയോ, സ്വീകരിച്ചാൽ എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടാകും, സ്വീകരിച്ചില്ലെങ്കിൽ എന്തായിരിക്കും പ്രശ്നമുണ്ടാകുക, ഇങ്ങനെയുള്ള 2 മനസ്സുമായിട്ടാണ്. ഇല്ല റജുലൻ വാഹിദ്, ഒരു മനുഷ്യനും, ഒരാളൊഴികെ, ഇല്ല അബൂബക്കർ, അബൂബക്കർ ഒഴികെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞാലും അത് പൂർണ്ണമായി വിശ്വസിക്കുന്നവനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തുന്നവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞപ്പോഴും അത് സത്യപ്പെടുത്തി. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ സുപ്രധാനമായ സംഭവമാണ് ഇസ്റാഉം മിഅ്റാജും. നമുക്കെല്ലാവർക്കും ആ ചരിത്രം അറിയാം. ആ യാത്ര കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തിരിച്ചെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബത്തിന്റെ പരിസരത്തിരിക്കുമ്പോൾ ശത്രുക്കൾ വരികയാണ്. അല്ലേ മുഹമ്മദേ, പുതിയ വാർത്തകളൊന്നും ഇല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കാൻ വേണ്ടി ചോദിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉണ്ട്, പുതിയ വാർത്തയുണ്ട്. ഞാൻ ഇന്നലെ ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി. ഉടനെ അവർ ചോദിക്കുകയാണ്, രാവിലെ ആയപ്പോഴേക്ക് തിരിച്ചു വന്നൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. ഞങ്ങൾ എല്ലാവരെയും വിളിച്ചു കൂട്ടട്ടെ, ഇതേ വാക്ക് എല്ലാവരോടും പറയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറയും. അവർക്ക് അത്രയും ധൈര്യം ലഭിച്ചത് മക്കയിൽ നിന്ന് 1 മാസത്തെ വഴിദൂരമാണ് ഫലസ്തീനിലേക്കുള്ളത്. അന്നത്തെ കാലഘട്ടത്തിൽ 1 മാസം സഞ്ചരിച്ചാലാണ് മക്കയിൽ നിന്ന് ഫലസ്തീനിലെത്തുള്ളൂ.
1 മാസം ഇങ്ങോട്ടുമുണ്ട്. അഥവാ 2 മാസത്തെ വഴിദൂരമുള്ള സ്ഥലത്തേക്ക് രാത്രിയുടെ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ആരും റെഡിയാവൂല. ഇതായിരുന്നു അവരുടെ ആ ഒരു ധൈര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ആളുകളെ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ചില ആളുകൾ, കാഫിറുകളിൽപ്പെട്ട ചില ആളുകൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആളാണല്ലോ അബൂബക്കർ. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാം, ഈ ചിന്തയുമായിട്ട് അവർ ചെല്ലുന്നത്. അവര് പറഞ്ഞു, അബൂബക്കർ നീ അറിഞ്ഞോ എന്റെ കൂട്ടുകാരന്റെ പുതിയ വാദത്തെ കുറിച്ച്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ? ഇന്നലെ ഫലസ്തീനിലേക്ക് പോയിട്ടുണ്ടെന്നാ പറയുന്നത്. ഇന്നലത്തെ രാത്രി ഫലസ്തീനിൽ പോയി തിരിച്ചു വന്നു എന്ന് എന്റെ കൂട്ടുകാരൻ പറയാ. ഉടൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, നേർക്ക് നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങൾ കേട്ടോ, അതോ വേറെ ആരെങ്കിലും പറയുന്നതാണ്? അവര് പറഞ്ഞു, നേർക്ക് നേരെ കേട്ടിട്ടാ വരുന്നേ, നേർക്ക് നേരെ കേട്ടിട്ടാ വരുന്നേ. ഉടൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പ്രവാചകന്റെ അടുക്കൽ പോയിട്ട് ഞാനൊന്ന് ഉറപ്പിക്കട്ടെ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല. നിങ്ങൾ അങ്ങനെ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എങ്കിൽ ഞാനത് വിശ്വസിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അവര് വീണ്ടും ചോദിക്കുക, അത് നീ വിശ്വസിക്കുന്നുണ്ടോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, അതിനപ്പുറമുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മരണത്തിന് ശേഷം ജീവിതം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ചില പണ്ഡിതന്മാരുടെ കൗലുകളിൽ കാണുവാൻ സാധിക്കും, അദ്ദേഹത്തിന്റെ ചില വാചകങ്ങളിൽ ആകാശലോകത്തു നിന്ന് വഹ്യ് ഇറങ്ങുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശലോകത്തേക്ക് കയറിപ്പോയി എന്ന് വിശ്വസിക്കാൻ എനിക്ക് എന്താ തടസ്സമുള്ളത്? ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അത് പൂർണ്ണമാവണമെന്ന് അങ്ങനെ വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. ആ വിശ്വാസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഒന്നാമത്തെ കടമ. രണ്ടാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിക്കണം. അങ്ങേയറ്റം സ്നേഹിക്കണം. ആ വാചകം ഒന്നുകൂടി മനസ്സിലാക്കണം. എന്താ ഈ അങ്ങേയറ്റം? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ ഉമ്മയോട് സ്നേഹമുണ്ട്, വാപ്പയോട് സ്നേഹമുണ്ട്, മക്കളോട് സ്നേഹമുണ്ട്, കുടുംബത്തോട് സ്നേഹമുണ്ട്, സ്വന്തത്തോട് സ്നേഹമുണ്ട്. എന്നാൽ ഈ പറയപ്പെട്ട ഏതെല്ലാം സ്നേഹങ്ങളുണ്ടോ അതിനേക്കാൾ സ്നേഹമായിരിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുക്കും, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാകുകയില്ല, വിശ്വാസിയാകുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, മുഴുവൻ ജനങ്ങളെക്കാളും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത് വരേക്കും നിങ്ങൾ ആരും വിശ്വാസിയാകും. ആ വാചകം വെറുതെ പറയണതല്ല. അങ്ങനെ വിശ്വസിക്കുന്ന, അങ്ങനെ സ്നേഹിക്കുന്നവരാണ് വിശ്വാസി. അപ്പൊ അവന് എന്റെ ഭാര്യ എങ്ങനെ പറയുന്നുണ്ട്, എന്റെ ഭർത്താവിന് ഇങ്ങനെയാ ഇഷ്ടമുള്ളത്, എന്റെ വാപ്പയും ഉമ്മയും ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്, ജനങ്ങളൊക്കെ എല്ലാവർക്കും ഇന്നതല്ല ഇഷ്ടം പറയൂല. ഒരു വിശ്വാസി പറയൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവന്റെ വാചകം അങ്ങനെയാവൂല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ, അല്ലാഹുവിന്റെ റസൂലെ, എന്നെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളോടാണ്. ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാ. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്നെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളോടാണ്. നമ്മളോട് അങ്ങനെ ഒരാൾ പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന സന്തോഷം എത്രയാ. ഒരാൾ അയാളുടെ കാര്യത്തിൽ പറയാം, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമെന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടാവും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പോരാ ഉമർ, അത് പോരാ, നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം, നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം. അതിനൊക്കെ ചില കാരണങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ വിശദമായിട്ട് പറയേണ്ട കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് വരും ഖുതുബകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത്, അങ്ങേയറ്റം സ്നേഹിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമയിൽപ്പെട്ടതാണ്. മൂന്നാമത്തെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം നമ്മൾ അനുധാവനം ചെയ്യണം. ഈ വാചകം പറയുമ്പോൾ ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കാം, വിശ്വാസ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവരാണ് നമ്മൾ. കർമ്മപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകളും അതേപോലെ തന്നെ കർമ്മങ്ങളുമൊക്കെ ഇബാദത്തുകൾ ശ്രദ്ധിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ
അതൊക്കെ പ്രവാചകന് മാത്രമേ കഴിയൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും കഴിയൂല. കുറച്ചൊക്കെ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരാം, പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് കഴിയൂല. ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അവിടെയാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ പറയാണ്, നിങ്ങൾക്ക് ആ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട്. ഉസ്വത്തുൻ ഹസന, ഉത്തമമായ മാതൃകയുണ്ട് എല്ലാ മേഖലകളിലും. നമ്മളൊരു ഭർത്താവാണോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന ഭർത്താവിന്റെ സ്വഭാവ മഹിമയിൽ നമുക്ക് മാതൃകയുണ്ട്. നമ്മളൊരു അധ്യാപകനാണോ, നമ്മളൊരു വിദ്യാർത്ഥിയാണോ, നമ്മളൊരു നേതാവാണോ, നമ്മളൊരു അനുയായിയാണോ, നമ്മൾ ഏതാണെങ്കിലും, നമ്മൾ ജീവിതത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിൽ നമുക്ക് മാതൃകയുണ്ട്. ഒരൊറ്റ ചരിത്രം മാത്രം ഓർമ്മപ്പെടുത്താം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊണ്ടുവരപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്, സ്വഹാബിമാരുണ്ട്. അവിടെ ഇങ്ങനെ കൊണ്ടുവന്നപ്പോ സ്വഹാബത്തിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും താഴെ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തന്റെ മുട്ട് കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിക്കുന്നത് അറാബിയായിട്ടുള്ള ഗ്രാമീണനായ ഒരു അറബി കണ്ടു. ഈ കാഴ്ച കണ്ടതും ആ അറബി ചോദിക്കാണ്, മാ ഹാദിഹിൽ ജിൽസ, ഇത് എന്തൊരു ഇരുത്ത, നിങ്ങൾ എന്ത് പ്രവാചകനാന്നുള്ളതാ ചോദ്യത്തിന്റെ ഒരു ആകത്തുക. ഇതെന്തൊരു ഇരുത്താ ഇരിക്കണത്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ ജഅലനി അബ്ദൻ കരീമ വലം യജഅൽനി ജബ്ബാറൻ അനീദ. അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെ നിയമിച്ചിട്ടുള്ളത് ഒരു ആദരണീയനായിട്ടുള്ള ഒരു അടിമയായിട്ടാണ്, അല്ലാതെ ഞാനൊരു പരുഷ സ്വഭാവക്കാരനായിട്ടുള്ള ഒരു ജബ്ബാർ ആയിട്ടുള്ള ഒരാളല്ല, ഒരു താന്തോന്നിയല്ല ഞാൻ. ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക. അഥവാ തന്റെ കൂട്ടത്തിലുള്ള ആളുകളുടെ കൂടെ ഇരിക്കുന്ന പ്രവാചകൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്റെ കൂടെയുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്ദരമായ സ്വഭാവ മഹിമയുടെ ഉടമയായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഖുർആനായിരുന്നു. എന്താ ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ? ഖുർആനിൽ എന്തെല്ലാം നന്മകളുണ്ടോ അതിന്റെ എല്ലാം പൂർണ്ണമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിൽ എന്തെല്ലാം തിന്മകളുണ്ടോ അതിൽ നിന്നെല്ലാം പൂർണ്ണമായി ഒഴിഞ്ഞു നിന്ന ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമകളിൽ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം കൂടി നമ്മുടെ ജീവിതത്തിലുണ്ടാവും. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. നാലാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമകളിൽ നാലാമത്തെ കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പിന്തുടരുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞാലും അത് സ്വീകരിക്കുക. വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും, വമാ ആതാകുമുർ റസൂൽ ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു. എന്താണോ നിങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക. എന്താണോ നിങ്ങളോട് വിരോധിച്ചത് അത് നിങ്ങൾ ഒഴിവാക്കുമാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുഴുവനായി അംഗീകരിച്ചവരാണ് സ്വഹാബികൾ. മുഴുവനായി അംഗീകരിച്ചു, അതിൽ ചോദ്യം ചെയ്തിട്ടില്ല അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ അവർ പിന്നത്തേക്ക് മാറ്റിവെച്ചിട്ടില്ല. ഒരൊറ്റ ചരിത്രം മാത്രം അതിൽ ഓർമ്മപ്പെടുത്തട്ടെ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പിട്ടിട്ടാണ് നമസ്കരിക്കുന്നത്. ഇസ്ലാമിൽ ചെരുപ്പിട്ട് നമസ്കരിക്കൽ കുറ്റകരമായ കാര്യമല്ല. പ്രത്യേകിച്ച് അന്നത്തെ മദീന പള്ളി എന്ന് പറഞ്ഞാൽ ആകെ മണലാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. സ്വഹാബിമാർ പിന്നിലുണ്ട്, അവർ മുഅ്മിനീങ്ങളാണ്, അവരും ചെരുപ്പിട്ടുകൊണ്ട് തന്നെ നമസ്കരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ചെരുപ്പ് അടിച്ചിട്ട് മറ്റൊരു ഭാഗത്തേക്ക് വെച്ചു. എന്നിട്ട് നമസ്കാരം തുടങ്ങി. ഇത് പിന്നിൽ നിൽക്കുന്ന സ്വഹാബിമാരി കാണും. ആ സ്വഹാബത്ത് എന്താ ചെയ്തെന്നറിയോ? അവരുടൻ അവരുടെ ചെരുപ്പടിച്ചിട്ട് അത് മാറ്റിവെച്ച് അവർ നമസ്കാരം തുടങ്ങി. നമസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, എന്റെ അടുക്കൽ ജിബ്രീൽ വന്നു. എന്റെ അടുക്കൽ ജിബ്രീൽ വന്നു.
എന്റെ ചെരുപ്പിൽ നജസ് ഉണ്ട് എന്ന് അറിയിച്ചു, അതുകൊണ്ടാണ് ഞാൻ ചെരുപ്പ് മാറ്റിവെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുക, നിങ്ങൾ എന്തുകൊണ്ടാ ചെരുപ്പ് മാറ്റിവെച്ചത്? ഉടനെ സ്വഹാബത്തിന്റെ മറുപടി എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലേ, റഅയ്നാക അൽഖൈതന അലൈക, ഞങ്ങൾ കണ്ടു നിങ്ങൾ ചെരുപ്പ് മാറ്റിവെക്കുക. ഞങ്ങൾ കണ്ടു നിങ്ങൾ ചെരുപ്പ് മാറ്റിവെക്കുന്നത് ഞങ്ങൾ കണ്ടു, അതുകൊണ്ട് ഞങ്ങളും ചെയ്തു. അവരാരും ചിന്തിച്ചില്ല അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം. എന്തായാലും ഇപ്പൊ ഇങ്ങനെ നിസ്കാരം തുടരാം, എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഇനി പുതിയ ആയത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നാ അടുത്ത വഖത്ത് മുതൽ നോക്കാം. തീരുമാനിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കണ്ടു. ഇതായിരുന്നു അവരുടെ ജീവിതം. അതിനപ്പുറത്തേക്ക് അവർ പോയില്ല. അവർക്കും അവരുടേതായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്വർണം ധരിക്കുക എന്നുള്ളത് കുറ്റകരമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും സ്വർണ്ണമോതിരം ധരിച്ചിരുന്നു. എന്നാൽ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിരോധിച്ചു. ഇതറിയാതെ ഒരു സ്വഹാബി സ്വർണ്ണമോതിരം ധരിച്ചിട്ട് വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് നരകത്തിൽ നിന്നുള്ളതാണ്, അത് നരകത്തിന്റെ ഭാഗമാണ്. അത് ഊരിയിട്ട് വലിച്ചെറിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പോയി. അപ്പൊ അവിടെ നിൽക്കുന്ന വേറെ ചില ആളുകൾ പറയാണ്, നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങൾക്കത് പറ്റൂലായിരിക്കും, പക്ഷെ നിങ്ങളുടെ കുടുംബക്കാരുണ്ടാവുമല്ലോ, വേറെ ആരെങ്കിലും ഇല്ല, ഭാര്യക്കോ പെൺമക്കൾക്കോ ഉപകാരം ഉണ്ടാവും, നിങ്ങളത് വേഗം പോയി എടുത്തോളൂ, എന്നിട്ട് നിങ്ങളുടെ ആവശ്യം നിർവഹിച്ചുകൊള്ളൂ. ഉടനെ ആ സ്വഹാബി പറയുന്ന വാചകം എന്താണ്? ലാ ലാ വല്ലാഹ്, അല്ലാഹുവാണ് സത്യം, ഇല്ല, ലാ ആഖുദുഹു അബദൻ വഖദ് തറഹഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവാണ് സത്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിച്ചെറിഞ്ഞ ആ ഒന്ന് അത് ഞാൻ എടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കത് വേണ്ട. അവരെവിടെ പ്രിയപ്പെട്ടവരെ? നമ്മളെവിടെ? ഒരു കുറ്റപ്പെടുത്തലല്ലോ. ജീവിതത്തിന്റെ പല നിമിഷങ്ങളിലും ഹറാമാണെന്ന് വ്യക്തമായ അറിവുണ്ടായിട്ടും നമ്മൾ പിന്നെയും പലതിനെയും ന്യായീകരണം കണ്ടെത്തും. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കുറച്ചൊക്കെ ഇപ്പൊ ഇതിൽ ചെയ്യണതിന് പ്രശ്നമൊന്നുമില്ല. അതിപ്പോ ഇന്നിപ്പോ കച്ചവടം നടക്കണമെങ്കിൽ അത് ഈ ഹക്കും പാസിലൊക്കെ നോക്കിയപ്പോ കച്ചവടം നടക്കും. നമുക്ക് ജീവിച്ചു പോണ്ടേ? എന്തെല്ലാം വാക്കുകളാ പറയാ. ഈ സ്വഹാബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പറ്റൂല, സത്യമാണ്. അദ്ദേഹത്തിന്റെ കുടുംബക്കാരെടുക്കരുതെന്ന് നബി പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ എന്നാ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വേണ്ടാന്ന് പറഞ്ഞ് എനിക്ക് വേണ്ട പറയാൻ കഴിയുമോ നമുക്ക്? നമ്മുടെ കച്ചവട മേഖലകളിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ സാമ്പത്തിക രംഗത്ത് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി അറിയാം. അത് ഹറാമാണ്, ഹറാമാണ്, ഹറാമാണ്. എന്നാലും എന്താണെന്നറിയോ? ശിർക്കും നല്ലല്ലോ എന്നറിയും. ശിർക്കാണെങ്കിലേ പ്രശ്നമുള്ളൂ, ബാക്കിയൊന്നും വലിയ കുഴപ്പമില്ല. ഈ ഒരവസ്ഥയിലേക്ക് ഈ ഉമ്മത്ത് എത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശോധിക്കണം. അഞ്ചാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമകളിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകളും അദ്കാറുകളും മനപ്പാഠമാക്കാൻ പണ്ഡിതന്മാർ എണ്ണിയ ഒരു കാര്യമുണ്ട്. അത് പ്രത്യേകിച്ച് പറയേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ 1000-ലധികം അദ്കാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. 1000-ലധികം പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. രാവിലെ കണ്ണു തുറന്ന ഉടനെ പറയേണ്ട പ്രാർത്ഥന മുതൽ രാത്രി കിടക്കുന്ന സമയത്ത് തന്റെ കിടക്കപ്പായിലെത്തി തന്റെ വലത്തെ കൈ തന്റെ വലത്തെ കവിളിലേക്ക് വെച്ചുകൊണ്ട് എന്ത് പറയണം, അവസാനത്തെ വാക്കെന്തായിരിക്കണം, അതിനിടയിൽ 1000-കണക്കിന് പ്രാർത്ഥനകൾ. എന്നാ പ്രിയപ്പെട്ടവരെ, എത്ര പ്രാർത്ഥനകൾ നമുക്ക് കാണാതറിയാം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദിക്റുകളിൽ, ദുആകളിൽ എത്ര നമുക്ക് കാണാതറിയാം. വിശുദ്ധ ഖുർആനിൽ 100-കണക്കിന് പ്രാർത്ഥനകളുണ്ട്. എത്ര പ്രാർത്ഥനകൾ നമുക്കറിയാം. സ്ഥിരമായി സലാം വീട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നിർവഹിക്കുന്ന ഒരു യാന്ത്രികമായ പ്രാർത്ഥനക്കപ്പുറത്തേക്ക് ഖുർആനിൽ എത്ര പ്രാർത്ഥനകൾ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എത്ര പ്രാർത്ഥനകൾ. മഴ പെയ്യുന്ന സമയത്ത് പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. വസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. വസ്ത്രം അഴിക്കുന്ന സമയത്ത് ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ട്. വാഹനത്തിൽ കയറുമ്പോൾ ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ട്. കയറ്റം കയറുന്ന സമയത്ത് ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തെല്ലാം! ഒരു കുറ്റപ്പെടുത്തലല്ല. നമ്മൾ പറയുന്നു ഞാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗമിൽപ്പെട്ട ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരക്കണക്കിന് പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ എത്ര പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ടാവും? രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള പ്രാർത്ഥന, വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന, തിരിച്ചിറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന, വുളൂ ചെയ്യുമ്പോഴുള്ള പ്രാർത്ഥന, വുളൂവിന് ശേഷമുള്ള പ്രാർത്ഥന, വസ്ത്രം ധരിക്കുമ്പോൾ, വസ്ത്രം അഴിക്കുമ്പോൾ, ചെരുപ്പ് ധരിക്കുമ്പോൾ, എന്തെല്ലാം! വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, പള്ളിയിലേക്ക് കയറുമ്പോൾ, ഈ സ്റ്റെപ്പ് കയറുമ്പോൾ വരുന്ന സമയത്ത് വരെ പ്രാർത്ഥന ഉണ്ട്. കയറ്റം കയറുമ്പോഴും ഇറക്കം ഇറങ്ങുമ്പോഴും ഒക്കെ ഉള്ള പ്രാർത്ഥനകളും ദിക്റുകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്നത് പഠിക്കുക. 40, 50, 60 വയസ്സ് കഴിഞ്ഞവരുണ്ട് ഇതിൽ. ഇത്ര കാലം നമ്മൾ ജീവിച്ചിട്ട് നമ്മുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു 10 പ്രാർത്ഥനകളെങ്കിലും, ഒരു 20 ദിക്റെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അറിയുന്നതായിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കണം. അതേപോലെ തന്നെ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമകളിൽപ്പെട്ടതാണ് 6ാമത്തെ കാര്യം, പ്രവാചക ചരിത്രം അറിയാൻ ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അറിയാൻ ശ്രമിക്കണം. നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട അലി സൈനുൽ ആബിദീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകമുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധീര ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്ക് അറിയാൻ വേണ്ടി. ചില വാചകങ്ങളിലൊക്കെ കാണാൻ പറ്റും, ഖുർആനിലെ ആയത്തുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ നമ്മുടെ മുൻഗാമികൾ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു അത്രേ. ഇന്നും ജീവിച്ചിരിക്കുന്ന മദീനയിലെ പണ്ഡിതനായ സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ, അദ്ദേഹം പറയുന്നുണ്ട് ഈ മുസ്ലിം ഉമ്മത്തിനോട്, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അറിഞ്ഞ ഒരാൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാതിരിക്കാൻ കഴിയൂല. ഓരോ തവണ വായിക്കുമ്പോഴും ഓരോ അറിവുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നേതാവ്, നമ്മളെക്കാൾ കൂടുതൽ സ്നേഹിക്കേണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള ജീവിതത്തിലെ എത്ര സുപ്രധാനമായ കാര്യങ്ങൾ നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയതിനെ കുറിച്ച് നമുക്കറിയാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രാമത്തെ വയസ്സിലാണ് ഹിജ്റ പോയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ജീവിതം എത്രാമത്തെ വയസ്സിലായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തിന് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള പല നിയമങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുണ്ട്. തയമ്മും ഒരു ചരിത്രമുണ്ട് അതിന്, നമസ്കാരം അതിനൊരു ചരിത്രമുണ്ട്, നോമ്പ് അതിനൊരു ചരിത്രമുണ്ട്, ബദർ അതിനൊരു ചരിത്രമുണ്ട്, ഉഹദ് അതിനൊരു ചരിത്രമുണ്ട്. എല്ലാ മേഖലകളിലും. പക്ഷെ ഇപ്പോഴും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരാ മുസ്ലിമായ സുഹൃത്ത് നമ്മളോട് ചോദിക്കുക, നിങ്ങളുടെ പ്രവാചകനെ കുറിച്ച് എനിക്ക് അറിയണമെന്നുണ്ട്, എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ ഒരു 10 മിനിറ്റെങ്കിലും നമ്മുടെ നേതാവിനെ കുറിച്ച് പറയാൻ നമുക്ക് സാധിക്കും. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നമ്മുടെ വായിൽ മാത്രമാണ് ഒതുങ്ങുന്നത്, അറിവിലില്ല, ഖൽബിലില്ല. നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി ചാരത്തിരിക്കണമെങ്കിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഒരിക്കലെങ്കിലും അറിയാൻ, ഒരിക്കലെങ്കിലും പഠിക്കാൻ നമ്മൾ റെഡിയാവണ്ടേ? അതിന് നമുക്ക് സമയം ഉണ്ടാക്കണ്ടേ? ഒരു ചരിത്രം വായിക്കാൻ നമ്മുടെ ഈ പള്ളിയിലുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങൾ. എത്ര ആളുകൾ വായിച്ചിട്ടുണ്ട്? ഞാൻ ആരെയും വിമർശിക്കാൻ വേണ്ടിയല്ല, പക്ഷേ നമ്മൾ തീർച്ചയായും അത് പഠിക്കേണ്ടതാണ്. അതേപോലെ തന്നെ 7ാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമകളിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിനും സ്ഥാനത്തിനും മഹത്വം കൊടുക്കുക എന്നത്. ആ പേരിന് സ്ഥാനമുണ്ട്,
അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വ്യക്തിക്ക് സ്ഥാനമുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കാണാൻ കഴിയും. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബിയ്യ്. സത്യവിശ്വാസികളെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിനേക്കാൾ ഉയർത്തി നിങ്ങൾ ശബ്ദം ഉയർത്തരുത്. ഈ ഒരു ആയത്തിറങ്ങാൻ ഒരു സാഹചര്യം ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ബനൂ തമീം ഗോത്രത്തിൽപ്പെട്ട ചില ആളുകൾ കടന്നു. അവര് വന്നപ്പോ അവരുടെ കൂട്ടത്തിൽ ആരെയായിരിക്കണം നേതാവാക്കേണ്ടത്, ഈ വിഷയത്തിൽ സ്വഹാബിമാർക്കിടയിൽ ചില തർക്കമുണ്ടായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരാളുടെ പേര്, ഉമർ റളിയല്ലാഹു അൻഹു വേറൊരാളുടെ പേര്. രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറ്റില്ല. കുറച്ച് ശബ്ദം ഉയർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട്, പക്ഷെ അവർ കേൾക്കുന്നില്ല. അവരുടെ ആ ഒരു പ്രവർത്തനത്തെ അള്ളാഹു ഗുണദോഷിച്ചു. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് പറയാ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തേക്കാൾ നിങ്ങൾ ശബ്ദം ഉയർത്തി പറയരുത്. വലാ തജ്ഹറു ലഹു ബിൽ ഖൗൽ കജഹരി ബഅദികും ലിബഅദ്. നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് പോലെ, അന്യോന്യം നിങ്ങൾ ഒച്ചയിടുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒച്ചയിട്ട് സംസാരിക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുന്നതാണ്. ഈ ഒരു ആശയം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തു. ഈ ആയത്തിറങ്ങിയതിനു ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ജീവിതം എങ്ങനെയായിരുന്നു എന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം പിന്നെ ഉയർന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള സദസ്സിൽ പിന്നെ ശബ്ദം ഉയർന്നിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു സ്വകാര്യം പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറയും. ആരും കേൾക്കുന്നുണ്ടാവില്ല. കാരണം തന്റെ കർമ്മം നിഷ്ഫലമായി പോകുമോ ആ പേടിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ശബ്ദം ഉയർത്താൻ പാടില്ല. ഈ ആയത്തിനെ വേറെ ഒരു സഹാബിക്ക് എങ്ങനെയാണ് തോന്നിയതെന്നറിയോ? മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഈ ആയത്തിറങ്ങിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് വന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറഞ്ഞയച്ചു. അദ്ദേഹത്തോട് വരാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് പേടിയാണ്. എന്റെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുമോ, ഞാൻ നരകക്കാരിൽ പെട്ടുപോകുമോ എന്ന പേടിയാണ് എനിക്കുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം അന്വേഷിച്ചപ്പോ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു കുറച്ച് ശബ്ദമുള്ള ആളായിരുന്നു. ഓരോ വ്യക്തികൾക്ക്, ചില ആളുകൾക്ക് ശബ്ദം കുറവായിരിക്കും, ചില ആളുകൾക്ക് ശബ്ദം കുറച്ച് കൂടുതലായിരിക്കും. സാധാരണ സംസാരമാണെങ്കിൽ പോലും കുറച്ച് ശബ്ദം ഉയർത്തിയിട്ടാണ് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു സംസാരിക്കുക. അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണത്, എന്റെ കർമ്മങ്ങളൊക്കെ നശിച്ചുപോയി, ഞാൻ നരകക്കാരിൽ പെട്ടുപോകും എന്നുള്ള പേടിയിലാണ് ഞാൻ വരാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, നിങ്ങൾ ആ വിഭാഗത്തിലല്ല. അൻത മിൻ അഹ്ലിൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗാവകാശിയാണ്. സ്വർഗ്ഗത്തിൽ അങ്ങുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നമ്മുടെ മുൻഗാമികളുടെ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ ഒരു കാര്യം വന്നാൽ അത് അവരുടെ ജീവിതത്തെ എങ്ങനെയായിരുന്നു ബാധിച്ചിരുന്നത് എന്നുള്ളത്. ഇങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ നമ്മുടെ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമകൾ ഓരോന്നും അറിഞ്ഞ് ബോധ്യപ്പെട്ട് ജീവിക്കാൻ അവർ പരിശ്രമിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള
കടമകളെക്കുറിച്ചാണ് വിശദീകരിച്ചു പറഞ്ഞത്. അതിൽ 7 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. 8ാമത്തെ കാര്യം പണ്ഡിതന്മാർ എണ്ണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾക്ക് അഥവാ ഹദീസുകൾക്ക് ബഹുമാനം നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തിന് ബഹുമാനം കൊടുക്കുന്നത് പോലെ, പേരിന് ബഹുമാനം കൊടുക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക് അഥവാ ഹദീസുകൾക്ക് ബഹുമാനം കൊടുക്കണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമയാണ്. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് അദ്ദേഹം ഏതെങ്കിലും ഒരു ഹദീസിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചാൽ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, കാന മാലിക് ഇബ്നു അനസ് ഇദാ അറാദ അൻ യഖ്റുജ ലിയുഹദ്ദിസ് തവല്ലഅ വുദൂഅ ലിസ്സലാഹ്. നമസ്കരിക്കാൻ വുദൂഎടുക്കുന്നത് പോലെ അദ്ദേഹം വുദൂഎടുക്കും. എന്നിട്ട് നല്ല വസ്ത്രം ധരിക്കും, അദ്ദേഹത്തിന്റെ തലപ്പാവ് ധരിക്കും, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ താടിയും മുടിയും ഒക്കെ ചീകി മിനിക്കും. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ തയ്യാറെടുക്കുന്നത്? ആ സമയത്ത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഞാൻ പറയാൻ പോകുന്നത് സാധാരണ ഒരാളുടെ വാചകല്ല, അല്ലാഹുവിന്റെ ദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെയും ആ ഹദീസുകളെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സദസ്സിൽ നിന്നുകൊണ്ട് ഒരാളൊരു വാക്ക് പറയുന്നത് പോലെയാണ്. അത്രയും പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മുടെ മുൻഗാമികൾ ഒരു ഹദീസിനെ കണ്ടിരുന്നത്. ഒരു ഹദീസ് പറയാ എന്നുള്ളത് എത്ര ഗൗരവമായിരുന്നു അവർക്കുണ്ടായിരുന്നെന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ താബികളിൽ പ്രധാനിയാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി. സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി രോഗിയായി കിടക്കുക. ആ സമയത്ത് അദ്ദേഹത്തോട് ഒരു ഹദീസിനെ കുറിച്ച് ചോദിച്ചു. അദ്ദേഹത്തിന് എഴുന്നേക്കാൻ കഴിയുന്നില്ല. പക്ഷേ എന്നിട്ടും അദ്ദേഹം ആ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹം ഒന്നിരുന്നു, ഒന്ന് തയ്യാറായിരുന്നു. എന്നിട്ട് അദ്ദേഹം ആ ഒരു ഹദീസ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ചോദിച്ചു, നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് എഴുന്നേക്കാനുള്ള കാരണം എന്താ? അദ്ദേഹം പറയാണ്, കരിഹ്തു അൻ അഹ്ദസ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅന മുദ്തജിഉൻ. കിടന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക് പറയാ എന്നുള്ളത് എനിക്ക് വെറുപ്പുള്ള ഒരു കാര്യമാണ്. ഞാൻ കിടക്കുക, എന്നിട്ട് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഇങ്ങനെ പറയാ, അത് ശരിയല്ലല്ലോ. രോഗിയായി കിടക്കുന്ന സമയത്ത് പോലും അദ്ദേഹം ഹദീസ് ചോദിച്ചപ്പോ എഴുന്നേറ്റിരിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഗൗരവം. ഈ കഴിഞ്ഞുപോയ തലമുറകൾ എവിടെ? നമ്മളെവിടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ട് എന്ന് പറയുമ്പോ എന്ത് ഹദീസ് ഖുർആനിലുണ്ടെങ്കിൽ കൊണ്ടുവാ എന്ന് പറയുന്ന ആളുകളില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് തെളിവാണെന്ന് പറയുമ്പോൾ ഹദീസ് എല്ലാം വലിച്ചെറിയ എന്ന് പറയുന്ന ആളുകളില്ലേ? അവരെവിടെ? ഈ പറയപ്പെട്ട മുൻഗാമികൾ എവിടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നൊരു വാക്ക് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും വലിയ ഒരു വാക്കാണത്. അല്ലാഹുവിന്റെ വാചകം കഴിഞ്ഞാൽ അത് നമ്മൾ മറക്കാൻ പാടില്ല. കാരണം അല്ലാഹുവിന്റെ വാചകം ഖുർആനാണെങ്കിൽ ആ വഹ്യ് എവിടുന്ന് വന്നോ അതേ വഹ്യ് അല്ലെങ്കിൽ അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യായി ലഭിച്ചിട്ടുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ. എന്നാൽ ആ ഹദീസുകളെയൊക്കെ കളിയാക്കുന്ന, ഹദീസുകളൊക്കെ കൊഞ്ഞനം കുത്തുന്ന, ഹദീസുകളൊന്നും സ്വീകരിക്കേണ്ടെന്ന് പറയുന്ന എത്ര ആളുകളുണ്ട്. ഒരു വിശ്വാസി അങ്ങനെ ആകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ആൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമകൾ കൃത്യമായി അറിയണം. അതിൽ 9ാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിമർശകരെ പ്രതിരോധത്തിലാക്കാൻ നമുക്ക് കഴിയണം. ആ വിമർശകരുടെ വാക്കുകൾക്ക് എതിർത്തു പറയാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമയിൽപ്പെട്ടതാണ്. നമ്മുടെ മുൻഗാമികൾ അവരുടെ ശരീരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ചു കൊടുത്തത്. അവരുടെ ശരീരമാണ് നബിയുടെ മുന്നിൽ വെച്ചു കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദ് യുദ്ധത്തിൽ ശത്രുക്കളുടെ കരങ്ങളാൽ ഉപദ്രവിക്കപ്പെടുമെന്ന ഘട്ടം വന്നപ്പോ തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പല സ്വഹാബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കവചമായി നിന്നു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും,
ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇതാ തുലഹയെ കണ്ടോളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് തുലഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ 80-ലധികം മുറിവുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മുറിവുകൾ അദ്ദേഹത്തിന്റെ എല്ലിന്റെ വെളുപ്പ് കാണുമാറാടത്തിലുള്ള മുറിവുകളുണ്ട്. ഉഹുദ് യുദ്ധം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. ത്വൽഹ റളിയല്ലാഹു അൻഹു അടുത്തിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, ത്വൽഹ, ആ ശത്രുക്കൾ അവരുടെ വാളുകൾ ഉയർത്തുമ്പോ, അവരുടെ കുന്തങ്ങൾ കൊണ്ട് നിങ്ങളെ കുത്തുമ്പോ നിങ്ങൾക്ക് മാറി നിൽക്കാൻ തോന്നിയിട്ടില്ല ത്വൽഹ? ആ സമയത്ത് ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകമുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, അവരുടെ വാളുകൾ ഇങ്ങനെ ഉയർന്നു താഴുമ്പോഴെല്ലാം എന്റെ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ തെറിച്ചു വിടുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് അവരുടെ ആയുധങ്ങൾ തട്ടും. എന്റെ ശരീരത്തെക്കാൾ ഞാൻ നിങ്ങളുടെ ശരീരത്തെയാണ് സ്നേഹിക്കുന്നത്. തന്റെ ശരീരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദാനമായി കൊടുത്ത ആളുകൾ, അവര് കയറിയ സ്വർഗത്തിലാ പ്രിയപ്പെട്ടവരെ നമ്മൾ കയറാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നമ്മുടെ ശരീരം കൊടുക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എത്ര ഹദീസുകൾ നമ്മുടെ ജീവിതത്തിലേക്ക്, ആ സുന്നത്തുകൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആക്ഷേപങ്ങൾ പറയുന്ന സമയത്ത് ആ ഒരു ആക്ഷേപത്തിലുള്ള മറുപടി അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ, തിരുത്തി കൊടുക്കാൻ, കൂടെ കൂടികളാവാതിരിക്കാൻ അതിനെങ്കിലും നമ്മൾ റെഡിയാവണ്ടേ? കൂടെ കൂടികളാവാതിരിക്കാൻ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്, എന്നാ പിന്നെ നമ്മളും അങ്ങനെ അല്ല. വിശ്വാസി അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾക്ക് മുന്നിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകൾക്ക് മുന്നിൽ, ഇല്ല പ്രവാചകന്റെ ജീവിതം അങ്ങനെയല്ല, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് പറയാൻ, ഉറക്കെ ഉറക്കെ പറയാൻ, നമ്മുടെ നാവ് കൊണ്ട് പറയാൻ, നമ്മുടെ പേനകൾ കൊണ്ട് ചലിപ്പിക്കാൻ, നമ്മുടെ വിരലുകൾ കൊണ്ട് ചലിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മിനിമം ഒരു കമന്റെങ്കിലും ഇടാൻ എത്ര ആളുകൾ റെഡിയാവുന്നുണ്ട്? വലിയ അജണ്ടയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ വ്യക്തിത്വത്തെ കടിച്ചു കീറുന്ന യുക്തിവാദികൾ ഇല്ലേ നമ്മുടെ സമൂഹത്തിൽ? മിണ്ടുന്നില്ലേ? നമ്മള് പറയുന്നില്ല. നമ്മള് ഞാൻ എന്തിനാ വെറുതെ അതിൽ പോണേ? ഞാനൊരു കമന്റ് ഇട്ടാ പിന്നെ എല്ലാരും കൂടി ഇന്റെ മേലെ വരും. ആൾക്കാരെ ഞാൻ സേഫ് സോണിൽ നിൽക്കണം നല്ലത്. മറുപടി കൊടുക്കുന്നവർ കൊടുക്കട്ടെ, പറയുന്നവർ പറയട്ടെ. ഇതാണോ വിശ്വാസം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്തരത്തിൽ അങ്ങാടിയിൽ മോശമായി ചിത്രീകരിക്കുന്ന സമയത്ത് ഓരെന്തോ പറയട്ടെ എന്ന് പറഞ്ഞ് മാറിക്കവേണ്ടേ? മിനിമം നമ്മളെ കൊണ്ട് പറയാനുള്ളത് നല്ല ഉദ്ദേശത്തിൽ, വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ടല്ല, വിവേകത്തോടുകൂടി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ പഠിക്കുക തന്നെ വേണം. 10ാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമകളിൽപ്പെട്ടതാണ് സ്വലാത്ത് നിർവഹിക്കുക എന്നുള്ളത്. എപ്പോഴും ഒരു വിശ്വാസി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നവനായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബഖീൽ, പിശുക്കൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ടും സ്വലാത്ത് ചൊല്ലാത്തവനാണ്. ആരെങ്കിലും എന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 നന്മകൾ അയാൾക്ക് രേഖപ്പെടുത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വെള്ളിയാഴ്ച അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലണം. അതൊരിക്കലും റബീഉൽ അവ്വലിൽ ഒരു പ്രത്യേക സ്വലാത്ത് എന്ന നിലക്കല്ല. അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും സ്വലാത്ത് ചൊല്ലാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചകളിൽ പ്രത്യേകിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമകളിൽപ്പെട്ടതാണ്. ഈ 10 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ഓരോ ആളുകളും കൃത്യമായി അറിഞ്ഞ് ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തെത്താൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. കുടുംബത്തോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് എത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.